ഗ്രീൻ പീസ് വെള്ളത്തിലിട്ട് ബാക്കിയുണ്ടോ എന്ന് നമുക്കിത് വെച്ച് നല്ലൊരു ഐറ്റം ഉണ്ടാക്കാം. ഗ്രീൻ പീസ് ഫ്രൈ അതെങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. ഗ്രീൻ പീസ് 7 മണിക്കൂറോളം വെള്ളത്തിലിട്ട് നന്നായിട്ട് സോക്കായതിന് ശേഷം ഇതുപോലെ ഡ്രെയിൻ ചെയ്ത് വെക്കുക. എന്നതിൻ്റെ ശേഷം വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പം തന്നെ നമുക്ക് അടച്ച് വെക്കണം. അടച്ച് വെച്ചിട്ടില്ലെങ്കിൽ പെട്ടെന്ന് പൊട്ടിത്തെറിക്കും. അതുകൊണ്ടാണ് അടച്ച് വെക്കാൻ പറയുന്നത്. എന്നിട്ട് നന്നായിട്ട് അതിലത്തെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുമ്പോൾ അതിലെ വെള്ളം ഈർപ്പം വറ്റി വരുമ്പോൾ നമുക്ക് അത് തുറന്ന് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അങ്ങനെ കുറച്ച് നേരം അങ്ങനെ ചെറുതായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ലോ ഫ്ലെയിമിലിട്ട് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത്തിരി കറിവേപ്പില ഇട്ട് കൊടുക്കുക. അപ്പോൾ ആ കറിവേപ്പിലയുടെ ടേസ്റ്റൊക്കെ അതിലേക്ക് ഇറങ്ങുമ്പോൾ നല്ലൊരു ഫ്ലേവറാണ്. എന്നിട്ട് നന്നായിട്ട് മൊരിച്ചെടുത്ത് ഇതുപോലെ ഉപ്പ് ഇത്തിരി വിതറി കൊടുത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കുക. ചൂടാറിയതിൻ്റെ ശേഷം കഴിക്കുക. അടിപൊളി ടേസ്റ്റ്.